സത്യം പറഞ്ഞാൽ ഇതൊരു എക്സ്ട്രീം ചലഞ്ചാണ് സിഗിരിയ റോക്ക് കയറുക എന്നുള്ളത്. ഇവിടെ വലിയ കൊട്ടാരമായിരുന്നു പണ്ട്, അതൊക്കെ പോയതാണ്. ഗുഡ് മോർണിംഗ് ശ്രീലങ്ക. ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ഡംബുള്ളയിലാണ്. ലേക്ക് ഹോം സ്റ്റേ എന്ന് പറഞ്ഞ ഹോം സ്റ്റേയിലാണ് നമ്മൾ ഇന്നലെ രാത്രി വന്ന് റൂം എടുത്ത്. booking.com ഓൾറെഡി നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലമാണ് കേട്ടോ. അടിപൊളി ആംബിയൻസാണ്, അടിപൊളി ആംബിയൻസ്. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ സൂപ്പറാണ്, ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ മാത്രം കാണാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ. റേറ്റും വളരെ കുറവാണ്. 2 ദിവസം ഇവിടെ സ്റ്റേ ചെയ്യുന്നുണ്ട്. ഒരു ദിവസത്തേക്ക് ഇവിടെ 3000 സംതിങ് രൂപ വരുന്നുള്ളൂ. ഇവിടുത്തെ രൂപ നമ്മുടെ നാട്ടിൽ 1500 വരുന്നുള്ളൂ. സിംഗിള ബ്രേക്ക്ഫാസ്റ്റ്, 2 പരിപ്പുവട, ബന്ന്, വെറൈറ്റി സാധനം കേട്ടോ. പഴം, നമ്മൾ എടുത്തുള്ളത് പഴം. ഈ കിഴിയാണ് മെയിൻ. ഇത് നമ്മുടെ ഇടിയപ്പത്തിനകത്ത് തേങ്ങ ഫില്ലിങ്സ് വരുന്ന സാധനമാണ്. മുമ്പ് ഇലയപ്പമൊക്കെ കഴിയുന്നില്ല, അതുകൊണ്ട് സെയിം അല്ലേ. ഇടിയപ്പത്തിൻ്റെ കൂടെ ഈ പരിപ്പ് കറി മെയിനാണ് കേട്ടോ. ഇന്ന് നമ്മളൊരു കടയിൽ നിന്ന് സാധനം വാങ്ങിയപ്പോഴും അവിടെ ഈ പരിപ്പ് കറി കിട്ടി. പിന്നെ ഈ തേങ്ങ ചമ്മന്തി, ഈ തേങ്ങ ചമ്മന്തി എല്ലാത്തിനും കൂടെ കിട്ടുന്നു. അടിപൊളി സാധനം ഈ തേങ്ങ ചമ്മന്തി കേട്ടോ. ഇവിടെ പുള്ളിക്കാരനും സൂപ്പറാണ് കേട്ടോ. പുള്ളി നല്ല കമ്പനിയാണ്. ഇപ്പോൾ രാവിലെ 8 മണിയായിട്ടുണ്ട്. ഒരു ബീച്ച് വൈബ് ശരിക്കും ഗുണമാണ് ഉണ്ടാക്കി. ഇത് അങ്ങോട്ട് പോകുമ്പോൾ ലേക്കുണ്ട്, നമ്മൾ പോകുന്നില്ല കാണാൻ. കുതിരയാണ് നിൽക്കുന്നത്, കുതിരയാണ് കേട്ടോ. അത് പശു ശ്രീലങ്കൻ പട്ടി. ഈ പട്ടി നമ്മുടെ അടുത്ത് വരുന്നത് പട്ടിയോടെ പോകും. നമ്മളിപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ നമ്മൾ സിഗിരിയെ പോവാണ്. ഇവർ ടുക്കിൽ നമ്മൾ വിടും. പിക്കപ്പ് ആൻഡ് ഡ്രോപ്പും പിന്നെ അല്ലറ ചില്ലറ ഓട്ടോ ഒക്കെ അവർ തന്നെ കൊണ്ടുപോകും. ട്രാവൽ ബിഗ് വിത്ത് ടൈനി ബഡ്ജറ്റ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട്. അവർക്ക് ഇൻസ്റ്റാഗ്രാം ഒക്കെ ഉണ്ട് കേട്ടോ. അവന് പുള്ളിയുടെ പേര് എനിക്കറിയത്തില്ല, പക്ഷേ പുള്ളിയുടെ ഇത് വെച്ചിട്ടാണ് ഞാൻ ഈ ട്രിപ്പ് മൊത്തം പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ശ്രീലങ്കയിൽ നിന്ന് അടിച്ചു കൊടുത്ത് തന്നെ ആദ്യം കാണുന്ന ഒരു കോട്ടയാണ് സിഗിരിയ റോക്ക്. അത് രാവണൻ്റെ കോട്ട എന്നറിയപ്പെടുന്നത്. വലിയൊരു പാറയാണ്, അതിൻ്റെ മണ്ട നമ്മൾ കയറാൻ പോകുന്നത്. നമ്മളപ്പോൾ സിഗിരിയ പോകാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ഓണറിൻ്റെ ടുക്ക്. നമുക്ക് അത്യാവശ്യം 1500 രൂപയാണ് പറഞ്ഞേക്കുന്നത്. ഇവിടെ അത്യാവശ്യം കുറച്ച് സൈറ്റ് ഉണ്ട്. പിന്നെ അല്ല ചില ഓട്ടോ ഒക്കെ നമ്മൾ ഈ വണ്ടിയിലായിരിക്കും പോകുന്നത്. പുള്ളിയായിരിക്കും കൊണ്ടുപോകുന്നത് നമ്മൾ കേട്ടോ. ഇവിടെ വന്നിട്ടാണ് നമ്മൾ ഫോറിനേഴ്സിനുള്ള ടിക്കറ്റ് എടുക്കാം. 2 പേർക്ക് ടിക്കറ്റ് പ്രൈസ് 12,250 ആയിട്ടുള്ള ഇതാണ് നമ്മുടെ ഫോറിനേഴ്സിനുള്ള ടിക്കറ്റ് കൗണ്ടർ. ആ മ്യൂസിയത്തിൻ്റെ അവിടെ നേരെ നോക്കുവാണെങ്കിൽ ഇതായിരിക്കും കൗണ്ടർ. അപ്പോൾ ഇവിടെ വന്നാൽ നമുക്ക് ടിക്കറ്റ് എടുക്കാണ്. നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് സിഗിരിയയിലായിട്ട് എൻട്രി ചെയ്യാൻ പോവാണ്. നൈസാട്ടോ. ഇവിടെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി ഇട്ടേക്കാം. നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി എവിടെ ഇട്ടേക്കുന്നത്. ഇവിടുന്ന് കുറച്ച് നടക്കാറുണ്ട്. ഇവിടെ ബോർഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എങ്ങോട്ട് എവിടെയൊക്കെയാണ് പോകേണ്ടതെന്നുള്ളത്. ഇന്ന് ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണോ? ഇന്ന് ഞായറാഴ്ചയാണ്, അതുകൊണ്ടാണ് കേട്ടോ. നാളെ ഇവിടെ ദീപാവലിക്ക് അവധിയും കൂടാ, അതുകൊണ്ട് ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വെള്ളം എടുക്കണേ അല്ലേ. ഇതെവിടെ കട? ഇവിടെ അവിടെ വെള്ളം കിട്ടുമോ? അതിന് മണ്ട 1200 പടി മേളിൽ കയറണം. അവിടെ മേളിൽ കയറി വെള്ളമൊന്നും കിട്ടത്തില്ല. ഇപ്പോഴേ കയറാൻ പറ്റുന്നത്. എങ്ങനെ 1200 അടി കയറും? ഇതുവഴി വാ. അതുകൊണ്ട് കുറുക്കൻ എല്ലാം വൈബ് കേട്ടോ. നൈസാട്ടോ ഇവിടെ വന്ന് കാണാൻ. നല്ല പച്ചപ്പ് ഫുള്ള്. ഇതൊക്കെ ഏൻഷ്യൻ സ്ട്രക്ചറാണ് ഇവിടെ കാണുന്നത്. അതൊക്കെ നമുക്ക് ഇറങ്ങിയിട്ട് കാണാം. അത് നമുക്ക് റോക്ക് കയറണം. കാണുന്നതൊക്കെ ഏൻഷ്യൻ സ്ട്രക്ചേഴ്സാണ്. നമ്മൾ ഇറങ്ങിയിട്ട് ഇതുവഴി വരണ്ടേ? ആണോ? അന്നാ നോക്കിയിട്ട് പോകുമ്പോൾ മുമ്പാണ് ഉറങ്ങുക. ഇത് പറ്റിപ്പോയ കുളമാണെന്ന് തോന്നുന്നു അല്ലേ? കുളമൊക്കെ കേട്ടോ. ഇതൊരു ഏൻഷ്യൻ സിറ്റിയാണ് സത്യം പറഞ്ഞാൽ. ഇത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സെൻറ്ററിൽ വരുന്ന ഒരു സൈറ്റാണ് ഈ സിഗിരിയ എന്ന് പറയുന്നത്. ഇതൊരു ഏൻഷ്യൻ സിറ്റി ആയിരുന്നു ഇല്ലേ? ഇതിന് സംസാരിക്കും, ഇതിനെ കാണിക്കുന്നില്ല. ഇതിന് സംസാരിക്കുകയെങ്കിലും ചെയ്യല്ലോ വീഡിയോക്കകത്ത്. ഇവിടെ എല്ലാ ആൾക്കാർ താമസിച്ചുകൊണ്ടിരുന്ന കുളവും വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ വീടൊന്നും കാണുന്നില്ല. വാ, ഇനി അതിന് മണ്ടേ നമുക്ക് കയറണ്ടേ. രാവണൻ പണിത കോട്ടയെന്നാണ് വിശ്വാസം. പക്ഷെ ഇത് രാവണൻ പണിതല്ല. ഇത് ഏതോ ഒരു നൂറ്റാണ്ടിലെ രാജാവ് പണിതാണ് ഈ പാറമണ്ട. പുരാതന നിർമ്മിതികളാണ് ഫുള്ള്. അതായത് മലയാളിൽ ഏറ്റവും കുറവ് എക്സ്പ്ലോർ ചെയ്യുന്നൊരു സ്ഥലം കൂടാണ് ഈ ശ്രീലങ്ക. മലയാളി വളരെ കുറവാണ് ഇവിടെ കേട്ടോ. പക്ഷെ ഒരുപാട് ഫോറിനേഴ്സ് വരുന്നുണ്ട്, ഒരുപാട് പേര് ഇവിടെ വരുന്നുണ്ട്. നല്ല വെയിലുണ്ട് കേട്ടോ.
ഇപ്പോൾ സമയം 9:15 ഉള്ളൂ. കുഴപ്പമില്ല, അത്യാവശ്യം വെയിലുണ്ട്. കുറച്ചുകൂടെ താമസം വന്നായിരുന്നെങ്കിൽ പണി പാളിയാണ്. മൊത്തം മരങ്ങളും പച്ചപ്പും നമ്മളുണ്ട്. എൻട്രി എത്തിയിരിക്കുകയാണ്. മണ്ട കയറാൻ വലിയ പാറകളാണ് രണ്ട് സൈഡും. പാറയുടെ കൂടെ വേണം നമുക്ക് അങ്ങോട്ട് കയറി പോകാൻ. ഇതുപോലൊരു സ്ഥലത്തൂടെ പോകും കണ്ടോ. അപ്പോൾ നമ്മൾ പാറ ഇങ്ങനെ അടുത്ത് കാണാം. ഇപ്പം തന്നെ തീർന്നു. ഇനി 1200 പടിയും കൂടെ കയറാറുണ്ട്. കുറച്ച് കയറുമ്പോൾ തന്നെ നല്ല അടിപൊളി വ്യൂ കേട്ടോ. അങ്ങനെ നമ്മളൊരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയാം, ഒരു ഫസ്റ്റ് ഹാഫിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മിക്കവാറും റെസ്റ്റ് എടുക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാവരും കടന്നലുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. കടന്നൊരു സീനാണ്. എൻ്റെ ഫ്രണ്ട് ഒരു സിംഹത്തിൻ്റെ പോലെ ഉണ്ടാക്കി വെച്ചിരുന്നത് കേട്ടോ. അതാണ് ഇത് സിംഹാരി എന്നങ്ങാണ്ടാണ് ഇതിൻ്റെ പഴയ പേര്. ലയൺ സ്റ്റാച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെയാണ് അത് മാറ്റിയത് സിരിയാന്നാക്കിയത്. ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ. നല്ലൊരു ലാൻഡ്സ്കേപ്പ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ നിന്നാൽ തന്നെ സത്യം പറഞ്ഞാൽ അടപ്പളകി ഇത്രയും കയറിയപ്പോൾ തന്നെ. ഇനിയിപ്പോൾ കുറച്ചുകൂടെ ഉള്ളൂ. കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ഇവിടെ കുറേ കാണാനൊക്കെ ഉണ്ട്. ഇവിടെ വന്നപ്പോൾ കണ്ടോ കേട്ടോ, ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇങ്ങനെയൊക്കെ നമ്മളിവിടെ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ഒന്ന് ഡൊണേറ്റ് ചെയ്യുന്നതൊക്കെ നല്ലതായിരിക്കും. മറ്റേ സിംഹത്തിൻ്റെ കാല് പോലത്തെ സ്ട്രക്ചർ കേട്ടോ. ഇതൊക്കെ കൊട്ടാരം പണിയാൻ നേരത്തെ ഉണ്ടായത്. അങ്ങനെ നമ്മൾ സിഗിരിയ റോക്ക് കയറുക കേട്ടോ. ഹൈറ്റ് പേടിയുള്ള കാര്യമാണ്, പക്ഷെ എന്നാലും നമ്മൾ കയറുക. സത്യം പറഞ്ഞാൽ ഇതൊരു എക്സ്ട്രീം ചലഞ്ചാണ് സിഗിരിയ റോക്ക് കയറുക എന്നുള്ളത്. ഞാൻ പകുതിക്ക് വെച്ച് വിചാരിച്ച് ക്വിറ്റ് ചെയ്താലോ ആണ്. പക്ഷേ ഈ 110 കിലോയിൽ ഞാനും എങ്ങനെ ഇതെല്ലാം കയറുമെന്നായിരുന്നു എൻ്റെ ഡൗട്ട്. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ എന്താ, എന്നേക്കാൾ പ്രായമുള്ളവരും അതിനേക്കാൾ ഡിസബിലിറ്റി ഉള്ള ഒരുപാട് ആൾക്കാർ ഇത് കയറിയിട്ട് ഇറങ്ങണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നമുക്ക് കയറാൻ പറ്റില്ല. സത്യം എനിക്ക് കയറുമ്പോഴേ അറിയത്തുള്ളൂ ഇതിൻ്റെ വ്യൂ.梯子你一定要坚持住了啊！ ഞാൻ പടി നോക്കി കയറുള്ളൂ. Hey, XXS 10 chocolate biscuit tama kanne ni. Italo വിതിന്നെ ba? മേളെത്തി കേട്ടോ. ഇതാണ് വ്യൂ. എത്തിയോ? Meanwhile, ഇപ്പോൾ ആ കാണുന്നതാണ് പിതിരങ്കല. അതൊരു വ്യൂ പോയിൻ്റാണ്. അത് കാട്ടിക്കൂട്ട് ട്രക്ക് ചെയ്ത് വേണം മണ്ട കയറാൻ. പക്ഷേ നമ്മൾ പോകുന്നില്ല കേട്ടോ. നമ്മൾ സ്കിപ്പ് ചെയ്ത സ്ഥലമാണ് കേട്ടോ പിതിരങ്കല. നമ്മളങ്ങനെ സിഗിരിയ മണ്ടലെത്തിരിക്കുകയാണ്. ഇതാ കേട്ടോ ഇവിടുത്തെ പഴയ രാജാവ് ഉണ്ടാക്കിയ ചിലർ രാവണക്കോട്ട എന്ന് പറയുന്ന സ്ഥലം. രാവണക്കോട്ട. ഇത് വലിയ കൊട്ടാരമായിരുന്നു. പണ്ടത്തെ യുദ്ധത്തെ കാലത്ത് അങ്ങാണ്ടൊക്കെ പകുതി നശിച്ചു പോയി. പിന്നെ അതിൻ്റെ കുറച്ച് ശേഷിപ്പുകൾ മാത്രമേ ഉള്ളൂ ബാക്കി. ഇവിടുന്ന് അടിപൊളി വ്യൂ കേട്ടോ. ഇവിടുന്ന് ശ്രീലങ്കയുടെ ലാൻഡ്സ്കേപ്പ് ഫുള്ള് കാണാൻ പറ്റും. ഇതാണ് ശ്രീലങ്ക. മൊത്തം കാടാണല്ലോ. ഈ ഫോറസ്റ്റ് മുഴുവൻ കാടാണ് അല്ലേ? നമ്മളിപ്പോൾ സിഗിരിയുടെ ഏറ്റവും മേളിലാണ് കേട്ടോ. ഏറ്റവും ടോപ്പിലാണ്. ഇവിടെ പഴയ സ്ട്രക്ചറൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വരുന്നവർ രാവിലെ വരാൻ നോക്കുക കേട്ടോ. ഇവിടെ ഓപ്പണിങ് 9 മണിന്നാണ് കിടക്കുന്നത്. പക്ഷേ സൺറൈസൊക്കെ കാണാൻ വരുന്നവർ ഒരുപാട് ആൾക്കാർ ഇവിടെ ഉണ്ട്. 9 മണിയാണ് ടിക്കറ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. മാക്സിമം ഞങ്ങൾ വന്ന പോലെ ഞങ്ങൾ 9 മണിക്ക് തന്നെ ഇവിടെ എത്തി. അതുപോലെ നേരത്തെ വരാൻ നോക്കുക. ഉച്ചയ്ക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും. ചുട്ടു പഴുത്ത് പോകും. സൂപ്പർ ആവശ്യം ഇവിടെ കേട്ടോ. ഇത്രയും മണ്ടയിൽ ഇവരെങ്ങനെ ഇതൊക്കെ കയറ്റി നമുക്ക് തന്നെ കയറാൻ പറ്റില്ല. പടി ഉണ്ടായിട്ട് പോലും കയറാൻ പറ്റുന്നില്ല. പക്ഷേ ആ പടി പോലും ഇല്ലാത്ത സമയത്ത് ഇവർക്ക് എങ്ങനെ ഇത് ചെയ്തു? ഇത്രയും സാധനങ്ങൾ കയറ്റി. ഇവിടെ വലിയ കൊട്ടാരമായിരുന്നു പണ്ട്. അതൊക്കെ പോയതാണ്. കാലക്രമേണ ഇതൊക്കെ പോയതാണ്.
സൂപ്പർ കേട്ടോ ഇവിടെ കാണാനും. ഇന്നലെയൊക്കെ മഴ പെയ്യുന്നുണ്ട്, ഇവിടെയൊക്കെ വെള്ളമുണ്ട് കേട്ടോ. ഇന്നലെ രാത്രിയൊക്കെ ഇവിടെ നല്ല മഴയായിരുന്നു. ശ്രീലങ്കയിൽ നമ്മൾ വന്ന സമയത്ത് നല്ല മഴയായിരുന്നു. വലിയൊരു ആൽമരമുണ്ട്, ആലാന്ന് തോന്നുന്നു. ഇവിടെ ആലും ബുദ്ധനുമാണ് മെയിൻ. ഇത്രയും പേര് വരുന്നുണ്ട് ഇവിടെ, ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. ഭൂട്ടാൻ, നേപ്പാൾ, മ്യാൻമർ, ഫിലിപ്പീൻ, പിന്നെ ഇംഗ്ലണ്ട്, അമേരിക്ക ഒക്കെ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ത്യക്കാരാണ് ഇവിടെ കുറവെന്ന് തോന്നുന്നു. ഞാൻ വന്നതിൽ ഞാൻ ഇന്ത്യക്കാരൊന്നും ഇങ്ങനെ വരുന്നത് കണ്ടില്ല. പക്ഷേ 1-2 പഞ്ചാബികളൊക്കെ ഞാൻ കണ്ടായിരുന്നു അവിടെ നിന്ന് വരുന്നത്. സൗത്ത് ഇന്ത്യൻസ് എനിക്ക് തോന്നുന്നു എക്സ്പ്ലോർ ചെയ്യുന്ന കുറവാണ്. ശ്രീലങ്ക വരുവാണെങ്കിൽ മസ്റ്റ് വിസിറ്റാണ് ഈ സിഗിരിയ എന്ന് പറയുന്നത്. ഈ പട്ടിയൊക്കെ എങ്ങനെ ഇവിടെ കയറി വന്നു? പട്ടിണ്ടാന്ന് തോന്നുന്നു കേട്ടോ. ആ കാണുന്നതാണ് ഇവിടുത്തെ പണ്ടത്തെ കുളമായിരുന്നു. അതിപ്പോഴും വരിട്ടില്ല കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിൻ്റെ മേൽവശം ഫുള്ള് കണ്ടു. ഇനി ഇവിടുന്ന് പെയ്യെ ഇറങ്ങാൻ പോകണം. ഇറങ്ങുന്ന ഒരു ടാസ്ക്കാണ്. കയറുന്ന വൻ ടാസ്ക്കായിരുന്നു. ഇറങ്ങുന്ന ഒരു ടാസ്ക്കാണ്, ചെറിയ ടാസ്ക്കേ ഉള്ളൂ. 10:45 നമ്മളിപ്പോൾ ഒരു 11 ആകുമ്പോഴത്തേനും സിഗിരിയ ഇവിടെ നമ്മൾ ഇറങ്ങും. അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് പോലനർവയിലേക്കാണ്. ഇവിടുന്ന് ഒരു 2 hour ബസ് യാത്രയുണ്ട്. അവിടെ പോയി അവിടെ ഏൻഷ്യൻ സിറ്റിയാണ്, നമുക്ക് അതും കൂടെ ഉള്ളൂ കേട്ടോ. അത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് നമ്മൾ ഡംബിളിലേക്ക് തന്നെ തിരിച്ചു വരികയാണ്. അതാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. ഈ കാണുന്ന കേട്ടോ പഴയ കൽപ്പടമാണ് ഇതൊക്കെ. അതായത് ഇതുവഴിയാണ് പണ്ടത്തെ ആൾക്കാർ വന്നുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് കമ്പി അടിച്ചതാണ് കേട്ടോ. കമ്പി അടിച്ച് വെച്ചേക്കാണ് പണ്ട് ട്രക്ക് ചെയ്ത് കയറുന്നവർക്കും ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി കയറിയിട്ടുണ്ടിരുന്നത്. പിന്നാണ് ഗവൺമെൻറ് ഈ സാധനങ്ങളെല്ലാം ഏറ്റെടുത്തിട്ട് ഇതുപോലെ പണിതത്. അന്നൊക്കെ ആൾക്കാർ ഈ സാധനങ്ങളെല്ലാം കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇതിനകത്തൂടായിരുന്നു. ഈ കല്ലും മണ്ണും ഇത് പണിയാനെല്ലാം ആൾക്കാർ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഇതിനകത്തുനിന്നായിരുന്നു. നല്ല നമ്മൾ ഹൈറ്റിൽ നിൽക്കുന്നത് കേട്ടോ. താഴെ ഇപ്പോൾ ക്യൂ ഉണ്ടോ? നേരത്തെ വരുന്ന കേട്ടോ ഇവിടെ നല്ലത്. മാക്സിമം നിങ്ങൾ നേരത്തെ വന്നിട്ട് പോകുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നല്ല തിരക്കുണ്ട് താഴെ, ഒരുപാട് ആൾക്കാർ കൊണ്ട് കയറാൻ. കയറുന്നതൊക്കെ ടാസ്ക്കാണ്. പെയ്യെ വേണം ഇറങ്ങാൻ കയറാൻ ചെയ്യാൻ. കാരണം ആൾക്കാർ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് ഇത്രയും പേര് നമ്മുടെ ഫ്രണ്ടിലുണ്ട് കേട്ടോ. ബാക്കിലും കുറേ പേരുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി വേണം ഇറങ്ങാൻ കയറാൻ ചെയ്യാൻ. പിന്നെ ബി സേഫ് ഇവിടെ വരുന്നവർ. എൻട്രി നമുക്ക് വേറൊരു വഴിയാണെങ്കിൽ എക്സിറ്റ് വേറൊരു വഴിയാണ്. വന്ന വഴിയെ കാണാൻ പറ്റും. ആ ഗാർഡൻ ഏരിയ, ഗാർഡൻ അല്ല, അതൊരു പഴയ റൂയിൻസാണ്. ഫുള്ള് നമ്മൾ എക്സിറ്റ് ആവും കേട്ടോ. ഇവിടുത്തെ കുറുക്കനൊക്കെ ഒന്ന് ചുമ്മാ നിൽക്കും ഇവിടെ റോഡിൽ. ഗൈസ്, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സിഗിരിയയിലെ യാത്രകൾ. ഇനിയിപ്പോൾ നമ്മൾ ഇറങ്ങിയപ്പോൾ അടുത്ത ബസ്സിൽ കയറി നമ്മൾ പോലനർവയിലേക്ക് പോവാണ്. അപ്പോൾ ഇതിപ്പോൾ ഒന്നാമത് ലോങ് വീഡിയോ ആണ്. ഇനിയിപ്പോൾ പോലനർവ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഇടാം. അതാണ് നല്ലത്. അതിപ്പോൾ ഒത്തിരി ഉണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്കൊരു 2 മണിക്കൂറിന് മേലെ യാത്രയുണ്ട് ബസ്സിനകത്ത് പോലനർവയിലേക്ക്. ഓക്കെ, അതൊരു ഏൻഷ്യൻ സിറ്റിയാണ്. അപ്പോൾ അങ്ങോട്ടൊന്ന് പോകണം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ അവിടെ കഴിയും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പോലനർവയുടെ കാണാം. അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വീഡിയോ കാണാം.